ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU IT 304 ഡേറ്റ വെയർഹൗസിംഗ് ആൻഡ് മൈനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊഡ്യൂൾ 4ൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ മോഡലിൽ വരുന്ന കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. ചില സമയങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ആദ്യമായി പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫൈൻഡിങ് കോറിലേഷൻ ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു റിലേഷനെ കണ്ടുപിടിക്കുന്നതിനാണ് പ്രഡിക്ഷൻ യൂസ് ചെയ്യുന്നത്. Classification is the process of finding a function which helps in dividing the data set into classes based on different parameters. ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡിഫറെൻറ്റ് പാരാമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഇനി പ്രഡിക്ഷനിൽ ഔട്ട്പുട്ട് വേരിയബിൾ മസ്റ്റ് ബി ഓഫ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. എന്നാൽ ക്ലാസിഫിക്കേഷനിലെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും. ഇനി റിഗ്രഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു? വി ട്രൈ ടു ഫൈൻഡ് എ ബെസ്റ്റ് ഫിറ്റ് ലൈൻ വിച്ച് ക്യാൻ പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് മോർ ആക്യുറേറ്റ്ലി. ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈനിനെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യുന്നത്. എന്നാൽ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൗണ്ടറിയുടെ, ഒരു ഡിസിഷൻ ബൗണ്ടറിയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റാ ബേസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വി ട്രൈ ടു ഫൈൻഡ് ദ ഡിസിഷൻ ബൗണ്ടറി വിച്ച് ക്യാൻ ഡിവൈഡ് ദ ഡേറ്റാ സെറ്റ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഇനി റിഗ്രഷൻ അൽഗോരിതത്തിനെ നമുക്ക് ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യാം. റിഗ്രഷൻ അൽഗോരിതം ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഇനി ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിനെ ബൈനറി ക്ലാസിഫയർ എന്നും മൾട്ടി ക്ലാസിഫയർ എന്നുമാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ബൈനറി ക്ലാസിഫയർ ആൻഡ് മൾട്ടി ക്ലാസ് ക്ലാസിഫയർ. ബൈനറി ക്ലാസിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത്. മൾട്ടി ക്ലാസ് ക്ലാസിഫയർ എന്ന് വെച്ചാൽ മോർ ദാൻ 2 ആണ്. പ്രഡിക്ഷൻ മോഡൽ സാധാരണയായി യൂസ് ചെയ്യുന്നത് സോൾവിങ് പ്രോബ്ലംസ് സച്ച് ആസ് വെതർ പ്രഡിക്ഷൻ, പ്രൈസ് പ്രഡിക്ഷൻ ഇങ്ങനെയുള്ളവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഡിക്ഷൻ മോഡൽസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്ലാസിഫിക്കേഷൻ മോഡൽ സാധാരണയായി യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പാം മെയിൽ, സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്യാൻസർ സെൽ എന്നിവയ്ക്കാണ്. ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ് സച്ച് ആസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പാം മെയിൽ, സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്യാൻസർ സെൽ എക്സെട്ര. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ മോഡലാണ്. പ്രഡിക്ഷൻ മോഡലിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു കോറിലേഷനാണ് ഫൈൻഡ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രഡിക്ഷൻ മോഡലിലെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കും. ക്ലാസിഫിക്കേഷനിലെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആയിരിക്കും. ഇനി പ്രഡിക്ഷൻ മോഡലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിനെ ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ ബൗണ്ടറിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി റിഗ്രഷൻ അൽഗോരിതത്തിനെ ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. എന്നാൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിനെ ബൈനറി ക്ലാസിഫയർ എന്നും മൾട്ടി ക്ലാസ് ക്ലാസിഫയർ എന്നുമാണ് തരംതിരിക്കുന്നത്. അടുത്തത് ഇത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് പ്രഡിക്ഷൻ മോഡൽ, വെതർ പ്രഡിക്ഷൻസ്, പ്രൈസ് പ്രഡിക്ഷൻ അങ്ങനെയുള്ളവയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ആരുപയോഗിക്കുന്നത്? പ്രഡിക്ഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ലാസിഫിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പാം മെയിൽ, സ്പീച്ച് റെക്കഗ്നൈസേഷൻ, ക്യാൻസർ സെൽ ഡിറ്റക്ഷൻ തുടങ്ങിയവയ്ക്കാണ്.